സാന്ദ്രാനന്ദാവബോധാത്മകമനുമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേവനുടൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 4 ശ്ലോകം വരെയാണ് 44-ാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഗർഗൻ അല്ലാത്തൊരു പുളകാവസ്ഥയിലായി ഭഗവാന് നാമകരണം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ കഥമസ്യ നാമ കുറുവേ സഹസ്ര നാംനോ അനന്ത നാംനോ വാ ഓം വിശ്വം വിഷ്ണു വേഷക്കാരോ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയാൽ 20 മിനിറ്റെങ്കിലും ഉണ്ട് ഭഗവാന്റെ നാമം. അത്രയും നാമമുള്ള ഭഗവാന് ഞാൻ എങ്ങനെയാണ് നാമം ഇടുക? കാരണം അതിലില്ലാത്തൊരു നാമല്ല. വേദാ സാങ്കോ ജിത കൃഷ്ണോ ദൃഢ സംഘർഷണോച്ചിത. സംഘർഷണം കൃഷ്ണന് രണ്ടും നാമത്തിലുണ്ട്. ബലരാമന് സംഘർഷണം കൃഷ്ണന് കൃഷ്ണ. അതിലില്ലാത്തൊരു നാമം ഇടാൻ ഉണ്ടായിട്ട് വേണ്ടേ? എന്താണ് ഈ കൃഷ്ണൻ രാമൻ എന്നീ വാക്കുകളുടെ അർത്ഥം? കൃഷിധാതുണകാരഭ്യാം സത്ത ആനന്ദാത്മതാം കിലാഭിലവൽ ജഗതകർഷിത്വംബാ കഥയതൃഷി കൃഷ്ണനാമതേ വ്യതനോ. കൃഷ് എന്ന ധാതു നമുക്കത് ഈ ധാതുവിനോട് കൂടിയിട്ട് പ്രത്യേകം ചേർത്താൽ അങ്ങനെ അർത്ഥവും മാറും. അർത്ഥം ഇങ്ങനെ വളരെ മാറ്റി മാറ്റി കൊണ്ടുവരാം. ധാതുയുടെ മൂലം അതിനോട് കൂടി ചേർത്തിട്ട് എന്നാണ്. ക്രിയയുടെ മൂലരൂപത്തിനാണല്ലോ ധാതു എന്ന് പറയുക. കൃഷി ധാതു കൃഷ് എന്ന ധാതു നകാരഭ്യാം സത്താനന്ദാത്മതാം കിലാവിലവത്. നകാരം ചേർക്കുക. കൃഷ് പ്ലസ് നായാണ് കൃഷ്ണ. ഇപ്പം കൃഷ് ധാതുവിനോട് കൂടിയിട്ട് ആനന്ദസ്വരൂപം അതാണ് നകാരം. നകാരം ആനന്ദത്തെ സൂചിപ്പിക്കുന്നു. കൃഷ് നിറവ് അല്ലെങ്കിൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും മൂർത്തി കൃഷിധാതു നകാരഭ്യാം സത്താനന്ദാത്മതാം കിലാവിലവൻ ജഗതകർഷിത്വം വാ കഥയതൃഷി കൃഷ്ണനാമതേ വ്യതനോ. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. ജഗതകർഷിത്വം കർഷയതി ഇതി കൃഷ്ണ. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും. അതാണ് ജഗദാകർഷിത്വം. ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്നും ഉണ്ട്. അഖം പാപം അതിനെ ഇല്ലാണ്ടേക്കുക. പാപത്തെ നശിപ്പിക്കുന്നത് കൊണ്ടും എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നത് എന്ന് ഒരുപാട് അർത്ഥമുണ്ട്. അർത്ഥം പറയാൻ തുടങ്ങിയാൽ ഇവിടെ ഇന്ന് നിൽക്കില്ല. ഇവിടെ ചിലത് പറഞ്ഞു എന്ന് മാത്രം. കൃഷ് ഐശ്വര്യം സമ്പത്ത്, നകാരം ആനന്ദം, ജഗദാഖം പാപം പാപത്തെ നശിപ്പിക്കുന്നത് എന്നും അർത്ഥം വരുന്ന കൃഷ്ണനാമം അല്ലെങ്കിൽ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങേക്ക് ആ മഹർഷി ഗർഗൻ ചെയ്തു. അടുത്തത് അന്യാം ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേചരാമാദീൻ അതിമാനുഷാനുഭാവൻ നഗത ത്വാം അപ്രകാശയൻ പിത്രേ. ഋഷി ഗർഗൻ എന്ത് ചെയ്തു? അന്യാം നാമഭേദാഞ്ച അന്യാഞ്ച നാമഭേദാൻ ബാക്കി നാമങ്ങൾ വാസുദേവ മുതലായിട്ടുള്ള പേരുകൾ കൃഷ്ണനുണ്ട്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോനൊക്കെ ഭഗവാന്റെ പേര് അനവധി ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേരുകൾ ഈ കുട്ടിക്കുണ്ട് എന്ന് പറയുണ്ടായി. അന്യാംശ നാമഭേദാൻ വെറും കൃഷ്ണൻ എന്ന് മാത്രമല്ല കേട്ടോ, ഈ കുട്ടിക്ക് അനവധി പേരുണ്ട്. എന്നാൽ ഇപ്പോൾ ഈശ്വരനാണ് എന്ന് പറയാൻ പാടുമോ? നന്ദഗോപർക്ക് ഇപ്പോൾ ഉണ്ണിയായിട്ട് വളർത്തണം, ബാലലീലകൾ അവിടെ കാണണം, നടക്കണം, അതൊക്കെ ഉണ്ടായാലേ അവിടെ ഭഗവാന്റെ ലീലകൾ ഉദ്ദേശിച്ച പോലെ നടക്കുള്ളൂ. ഈശ്വരനാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും പൂജിക്കാനും നമസ്കരിക്കാനും അപ്പം രസമില്ല. എല്ലാവരും പൂജിക്കാനും അതല്ല ഇപ്പോൾ ഇവിടെ ഉദ്ദേശം. ഒരിക്കൽ നമസ്കരിക്കലൊക്കെ ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ തൽക്കാലം കുട്ടിയായിട്ട് കണ്ടിട്ട് കുറച്ച് ചില ലീലകൾ നടത്താനുണ്ട്, നടത്തണം. അപ്പോൾ എന്താവാൻ പാടില്ല? ഈശ്വരനാണ് എന്ന രഹസ്യം പുറത്ത് വരാൻ പാടില്ല.
അപ്പം എങ്ങനെയൊക്കെയോ വേറെ ചില പേരുകളും ഉണ്ട്. ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആവാം, പൂർവ്വജന്മത്തിലാവാം. ഈ ജന്മത്തിലിപ്പോൾ വേറെ പേരിടാൻ യാതൊരു വഴിയില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയോ പേരുകളും ഈ ഉണ്ണിക്കുണ്ട് എന്നിങ്ങനെ കാണുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അതിമാനുഷാനുഭാവം നിഗതത്വം അപ്രകാശയൻ, മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനാണ്. സാധാരണ മനുഷ്യർക്കുള്ള പ്രഭാവമല്ല ഈ ഉണ്ണിക്കുള്ളത് എന്ന് മാത്രം ഒന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു എന്നുമായി വെളിപ്പെടുത്തിയില്ല, മുഴുവൻ വെളിപ്പെടുത്തിയെന്നും ഇല്ലേ, ഇനിയും അത് പാടില്ലല്ലോ. അതിമാനുഷാനുഭാവൻ നിഗമത് ത്വാം അപ്രകാശയൻ, മുഴുവനും അങ്ങ് അവതാരമാണ് എന്ന് പറഞ്ഞില്ല. അപ്രകാശയൻ, പ്രകാശിപ്പിക്കാതെ. അങ്ങ് ഈശ്വരനാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പ്രകാശിപ്പിക്കാതെ. അപ്രകാശയൻ, പ്രകാശൻ പ്രകാശിപ്പിച്ചിട്ട് അപ്രകാശൻ പ്രകാശിപ്പിക്കാതെ. പിത്രേ, അച്ഛന്, നന്ദഗോപർക്ക് മുഴുവനും രഹസ്യം വെളിപ്പെടുത്തിയതുമില്ല, എന്നാലോ ചില സൂചന നൽകാതെയും ഉണ്ടായില്ല. അത് കൊടുത്തു. അതിമാനുഷാനുഭാവത്തെക്കുറിച്ച് ഒന്നങ്ങനെ പറഞ്ഞു വെച്ചു. അവതാരമാണ് എന്ന് മുഴുവനും പറഞ്ഞതുമില്ല. നീ ഒരു കാര്യം കൂടി പറയണം. സ്നിഹ്യതിയത്തവ പുത്രേ മുഖ്യതി സനമാഹികൈ പുനഃശോകൈ ദൃക്കതിയസ്തത് നശ്യേദിത്യവദത്തേ മകത്തമൃഷിവര്യ. ഒരു കാര്യമുണ്ട്, ഈ കുട്ടിയെ ഒരിക്കലും വേദനിപ്പിക്കുകയോ ദോഷബുദ്ധിയാ കാണുകയോ ചെയ്തത്. സ്നേഹിക്കുക, സ്നിഹ്യതി, സ്നേഹിക്കുക. ഏതൊരാൾ ഈ ഉണ്ണിയെ സ്നേഹിക്കുന്നുവോ അയാൾ മായയിൽ മുങ്ങില്ല. യ തവ പുത്രേ സ്നിഹ്യതി, ഏതൊരാൾ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നുവോ അവൻ പിന്നെ മായയിൽ മുങ്ങില്ല. സ പുന മായികൈ ശോകൈ ന മുഹ്യതി, മായ കൊണ്ടുണ്ടാകുന്ന ശോകത്തിൽ കുടുങ്ങില്ല, മുങ്ങില്ല. യ തവ പുത്രേ സ്നിഹ്യതി സ പുന മായികൈ ശോകൈ ന മുഹ്യതി, മായ കൊണ്ടുണ്ടാകുന്ന ശോകത്തെ, ശോകം എന്ന് പറഞ്ഞാൽ തന്നെ മായയാണ്, അതിൽ മുങ്ങില്ല. മുഹ്യതി, മോഹിക്കില്ല. സ്നിഹ്യതിയത്തവ പുത്രേ മുഹ്യതി ധനമായികൈ പുനഃശോകൈ. ന ഉണ്ട്, ന മുങ്ങില്ല, സ്നേഹ മായയിൽ കുടുങ്ങില്ല. മുഖ്യതി സ ന മായികൈ, മായയിൽ മുങ്ങില്ല. ഏതൊരാളെങ്കിലും ഈ ഉണ്ണിയെ ദ്രോഹിച്ചാലോ, കംസൻ്റെ കൂട്ടരൊക്കെ ദ്രോഹിച്ചു കൊല്ലാൻ നോക്കിയില്ലേ, അങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ കഥ കഴിഞ്ഞത് തന്നെ. ദൃഹ്യതീയസ്തത് നശ്യേത്, ഏതൊരാൾ ഈ ഉണ്ണിയെ ദ്രോഹിക്കുന്നവ വേരോടെ നശിക്കുന്നു, കളിക്കാൻ പറ്റിയ സാധനമല്ല. ദൃഹ്യതീയസ്തത് നശ്യേത് ഇത്തവദത്തേ മഹത്വം ഋഷിവര്യ, ഋഷിവര്യൻ ഇപ്രകാരം അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ മഹത്വം അച്ഛനോട് പറഞ്ഞു. ഏതൊരാൾ ഈ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അവൻ മായയിൽ നിന്ന് കയറ്റപ്പെടുന്നു. ഏതൊരാൾ ഈ കുട്ടിയെ ദ്രോഹിക്കുന്നുണ്ടോ കംസ കൂട്ടാളികളെ പോലെ, കംസനെ പോലെയൊക്കെ അവർ വേരോടെ നശിക്കുന്നു. നശ്യേത്, അവർ നശിക്കും. ഹി വിൽ ബി മോർ, പിന്നെ ഈ ലോകത്തിൽ അവരുണ്ടാവില്ല എന്നർത്ഥം. ത്യവദത്തേ മഹത്വം ഋഷിവര്യ, തേ മഹത്വം അങ്ങയുടെ മഹത്വത്തെ ആ ജിഗർഗൻ ഇപ്രകാരം അച്ഛനോട് പറഞ്ഞു കേൾപ്പിച്ചു. ജ്യേഷ്ഠതി ബഹുതരദൈത്യാന്വേഷ്യതി നിജബന്ധുലോകമമലപദം ശോഷ്യതി വിമല കീർത്തിരത്തേതി ഭവത് വിഭൂതിമിഷിരൂചേ. ഇതും കൂടി പറഞ്ഞു. ഈ ഉണ്ണി ബഹുതര ദൈത്യാൻ ജേഷ്യതി, അനവധി അസുരന്മാരെ ജയിക്കും. ശരിയാണല്ലോ, ഭാവിയിൽ ഉണ്ടാവാൻ പോണ കാര്യമാണ്. കൃഷ്ണനാണ് വിഷ്ണുവിൻ്റെ അവതാരമാണെന്നും പറഞ്ഞില്ല. അനവധി അസുരന്മാരെ ജയിക്കും എന്ന് പറഞ്ഞു. അവനുണ്ടാവും, കാണാൻ പോണ കാര്യമാണ്, കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. അനവധി അസുരന്മാരെ ജയിക്കും. ജേഷ്യതി, ജയിക്കും. നിജബന്ധുലോകം അമലപദൻ നേഷ്യതി, ബന്ധുക്കളെ ഉടക്കി കൊണ്ടുപോകും, അമലമായ പദത്തിലേക്ക് എത്തിക്കും, നല്ലൊരു സ്ഥാനത്തേക്ക് നൃത്തം, മോക്ഷപദത്തിലേക്ക് എത്തിക്കും. അപ്പം അതിപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകണമുണ്ടല്ലോ അവർ, അതാവുന്നൊക്കെ വിചാരിച്ചു. മുഴുവൻ രഹസ്യം വെളിപ്പെടുത്താൻ പാടാത്തതുകൊണ്ട് അവർ വൃന്ദാവനത്തിലേക്കാണെന്ന് വിചാരിക്കാം, നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നിജബന്ധു ലോകം
അമലപദം നേഷ്യതി, ജമന്തു ലോകത്തെ അമലപദത്തിലേക്ക് നയിക്കും. അസ്യസ് വിമല കീർത്തി ശോഷ്യസി, ഉണ്ണിയുടെ അനന്തമായിട്ടുള്ള കീർത്തി അല്ലയോ നന്ദഗോപ അങ്ങ് കേൾക്കും ചെവി കൂടെ, ഇങ്ങനെ കേൾക്കാനുള്ള ഭാഗ്യം അവിടത്തേക്ക് ഉണ്ടാവും. വീണ്ടും 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 ഈ ഉണ്ണിയുടെ കീർത്തി ലോകം മുഴുവനെ പറഞ്ഞ് അങ്ങക്ക് കേൾക്കാൻ തരാവുന്നർത്ഥം. ഇതി ഭവത് വിഭൂതിം ഋഷി ഊചേ, പ്രകാരം അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ആ മഹർഷി അല്ലയോ ഗുരുവായൂരപ്പ പറഞ്ഞു. ജ്യേഷ്ഠിതിഭഗതരദൈത്യാന്വേഷിരി നിജബന്ധുലോകമലപദാം ശോഷിച്ചു വിമല കീർത്തിരസ്തേതി ഭവത് വിഭൂതിമിഷിരൂചേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.